ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഓർമ്മയിൽ വരുള്ളൂ, അല്ലാഞ്ഞാൽ ഓർമ്മയിൽ വരേനില്ല. ഒന്നാമത് മറവി അല്ലെങ്കിൽ മടി, ആ രണ്ട് കാരണത്താൽ ഒക്കെ നീണ്ടു പോയി കൊണ്ടേ ഇരിക്കും. അപ്പോൾ അതാ കുറച്ച് കടലപ്പൊടി അതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ഗ്ലാസ് കടലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് അരിച്ചപ്പോൾ ഒന്നുമില്ല, കുറച്ചേക്കാണ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ 4/1 ഭാഗം അരിപ്പൊടി, അതിക്ക് പാകത്തിന് ഉപ്പും കുറച്ച് ഓയിലും ഒരു അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ റെസ്റ്റിനൊന്നും വെക്കണില്ല. അപ്പോൾ അതാ നമ്മൾ ചട്ടി അടുപ്പത്തിച്ച് ഓയിൽ ഒഴിച്ചുകൊണ്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഒന്നുണ്ട് പീച്ചെടുക്കട്ടെ, ഏറ്റവും ചെറിയ അച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് മഞ്ഞ കളർ നമ്മൾ കൂട്ടിയിട്ടില്ല, കെമിക്കൽ കൂട്ടിക്കാണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കണ്ടല്ലോ, അത് വിചാരിച്ചുകൊണ്ട് കെമിക്കൽ കൂട്ടിയിട്ടില്ല കേട്ടോ. മഞ്ഞൾ കൂട്ടിയാൽ വേറെ മറ്റേ മിക്സറിൻ്റെ മാതിരിയായി വരും. ഇത് നമ്മൾ ഈ മഞ്ഞ മിക്സർ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒന്നുണ്ട് ആക്കിയെടുക്കുകയാണ്. അപ്പം വേഗം ഉണ്ട് ആയി കിട്ടുന്നുണ്ട്, വല്ലാതെ ഓയിലൊന്നും കുടിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒക്കെ അതാ ഒരു 2 വട്ടമായിട്ട് ഞാൻ പീച്ചിക്കാണ്ട് കോരി വെച്ചിക്കാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേഗം വേകുന്നുണ്ട്, വേഗം കരിയാനും പോകുന്നുണ്ട് കേട്ടോ. വേഗം തീ കുറച്ച് കൊണ്ടേ ഇരിക്കണം, പെട്ടെന്നായി കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിന് കുറച്ച് നേരമായി പൊതുത്താൻ വെച്ചിട്ടിട്ടോ. അപ്പോൾ അത് കഴുകിങ്ങാണ്ട് ലേശം ഉപ്പ് വെച്ചുകൊണ്ട് ഇതിക്ക് ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് നാടൻ കറിവേപ്പിലിട്ട് കൊടുത്താൽ നമ്മളെ കടയിൽ നിന്ന് വാങ്ങണക്കാട്ടി നല്ല ടേസ്റ്റുള്ള നല്ല ആ മിക്സറുണ്ടല്ലോ, ആ മഞ്ഞ മിക്സർ, പേര് മഞ്ഞ മിക്സറാണ്, ഇതിന് മഞ്ഞ കളറില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി, എളുപ്പത്തിൽ ഉണ്ടാക്കുക. കുറഞ്ഞ പൊടി കൊണ്ട് ഞാൻ 1 ലിറ്റർ 1 കിലോ മിക്സർ എനിക്ക് കിട്ടിക്കണേ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ, മടിച്ച് നിൽക്കല്ലേ. അപ്പോൾ ഇതാ 1 കിലോൻ്റെ ടിന്നാണ് കേട്ടോ, അത് നിറച്ചും കിട്ടിയിരിക്കണേ. താങ്ക് യു.